കേന്ദ്ര സർക്കാർ കൊടുത്ത പണം വാങ്ങി സംസ്ഥാനത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടാണ് തൻ്റെ വികസനമാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കുന്നത്. ഈ പവർ കട്ടില്ലാത്ത കേരളം എന്ന് പിണറായി വിജയൻ കൊട്ടിഘോഷിക്കുന്ന കേരളം സൃഷ്ടിച്ചത് പിണറായി വിജയനല്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുകയാണ്. സ്കൂളിലെ കുട്ടികളെ ഉൾപ്പെടെ വഞ്ചിക്കുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഒരു കാലത്ത് മെച്ചപ്പെട്ട നിലയിൽ നിന്നിരുന്ന കേരളത്തെ ഇന്ന് വിശ്വാസമില്ലായ്മയുടെ ക്യാമ്പസുകളാക്കി മാറ്റിയതിന് ഉത്തരവാദി ഈ ഇടതുപക്ഷ സർക്കാരാണ്. നമസ്കാരം. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ 2839.35 കോടി രൂപ വക മാറ്റി ചെലവഴിച്ചതിൽ തൊഴിൽ മന്ത്രി ശിവൻകുട്ടി മറുപടി പറയണം എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഇക്കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഇത് കൂടാതെ പട്ടികജാതി വിഭാഗത്തെയും വിദ്യാർത്ഥികളെയും വലിയ രീതിയിൽ വഞ്ചിച്ചിരിക്കുകയാണ് എന്നുള്ള ആരോപണമാണ്, അതായത് വിദ്യാഭ്യാസ മന്ത്രി വഞ്ചിച്ചിരിക്കുകയാണ് എന്നുള്ള ആരോപണം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, അതുകൂടാതെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് എസ് സുരേഷ്, അതുകൂടാതെ തിരുവനന്തപുരം മേയറായ ശ്രീ VV രാജേഷ്. കേന്ദ്ര സർക്കാർ കൊടുത്ത പണം വാങ്ങി സംസ്ഥാനത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടാണ് തൻ്റെ വികസനമാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് പണം അല്ലെങ്കിൽ അദ്ദേഹം അത് പറയാൻ തയ്യാറാകണം. സംസ്ഥാന സർക്കാർ എവിടെ നിന്നാണ് ഈ പണം കൊടുത്തത്? സംസ്ഥാന സർക്കാർ എന്തായാലും 1173 കോടി കൊടുക്കാനില്ല. ഇപ്പോൾ ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ല പോലീസിൻ്റെ വാഹനങ്ങളിൽ. കോർപ്പറേഷനും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്കും കിട്ടാനുള്ള വിഹിതം പോലും ഞാൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അതിനത് മറുപടി പറഞ്ഞിട്ടില്ല. അവസാന ഗഡു വിഹിതം കിട്ടിയിട്ടില്ല. ട്രഷറി ഒരു ബില്ലും പാസ്സാവുന്നില്ല. ആ ഘട്ടത്തിൽ ഉച്ചഭക്ഷണ പദ്ധതിക്ക് അവർക്ക് പൈസ കൊടുക്കാൻ കാണില്ലല്ലോ. അത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്. അതോടൊപ്പം തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള ഗ്രാൻഡ് ഫെലോഷിപ്പ് അത് ഒറ്റ സ്കൂളുകളിലും കിട്ടിയതായിട്ട് വിവരമില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കോടിക്കണക്കിന് രൂപ ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിയെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇദ്ദേഹം ഒരക്ഷരവും മിണ്ടുന്നില്ല. അതായത് നേമം നിയോജക മണ്ഡലത്തിലെ MLAയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിൽ ആ സ്കൂളുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കിട്ടേണ്ട പണം വകമാറ്റി ചെലവഴിച്ചു. മറ്റു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽ പെട്ടവർക്ക് കിട്ടേണ്ട പണം ജനറൽ കാറ്റഗറിയിലുള്ള തട്ടിയെടുത്തു. അതിൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അതിൽ അന്വേഷണം നടത്തിയിട്ടില്ല കഴിഞ്ഞ 10 വർഷമായിട്ടും. അപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികളെ ഉൾപ്പെടെ വഞ്ചിക്കുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ വളരെ ശക്തമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്നലെ 7 ചോദ്യങ്ങളായിരുന്നു കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നേമം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള V ശിവൻകുട്ടിയോട് ചോദിച്ചത്. അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിസഭയുമായിട്ടുള്ള സംവാദത്തിന് എവിടെ വേണോ തയ്യാറാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല. ഇന്ന് അദ്ദേഹം പ്രതികരിക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ അത് കൂടുതൽ അബദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേമം നിയോജക മണ്ഡലത്തിൽ വരുന്ന നേമത്തെ ശാന്തിവിള ആശുപത്രിയിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനവും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന അബദ്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു വാദമുഖം അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്ന് അതിനെ തുടർന്നാണ് ശ്രീ രാജേഷ് 2 ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിച്ചത്. ഇനി ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത് കേരളത്തിൽ പിണറായി വിജയൻ ആയിരക്കണക്കിന്
ഫ്ലക്സ് ബോർഡുകൾ, ഹോർഡിങ്സ് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദം പവർ കട്ടില്ലാത്ത കേരളം എന്നാണ്. ഈ പവർ കട്ടില്ലാത്ത കേരളം എന്ന് പിണറായി വിജയൻ കൊട്ടിഘോഷിക്കുന്ന കേരളം സൃഷ്ടിച്ചത് പിണറായി വിജയനല്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുകയാണ്. അങ്ങനെയുള്ളൊരു കേരളം സൃഷ്ടിച്ചു തന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പരിശ്രമഫലമായിട്ടാണ്. 2014 ശേഷമാണ് കേരളം പവർ കട്ടില്ലാത്ത കേരളമായിട്ട് മാറിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം നാഷണൽ പവർ ഗ്രിഡ്, അത് നാഷണൽ പവർ ഗ്രിഡുമായിട്ടുള്ള ലിങ്ക് പൂർത്തിയായതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. 2016 മുതൽ 600 ഇരട്ടി ഇലക്ട്രിക് സപ്ലൈയാണ് കേരളത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ടത് കൂടംകുളം പദ്ധതി യാഥാർത്ഥ്യമായതും നാഷണൽ പവർ ഗ്രിഡ് ലിങ്ക് ചെയ്യപ്പെട്ടതുമാണ് കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമില്ലാത്ത കേരളമായിട്ട് കേരളം മാറാൻ കാരണമായത്. ഈ കൂടംകുളം പദ്ധതി അട്ടിമറിക്കാനായിട്ട് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ കൂടംകുളത്ത് പോയിട്ട് കൂടംകുളം പദ്ധതിക്കെതിരെ സമരം ചെയ്തു എന്നുള്ള കാര്യം ഈ ഫ്ലക്സ് ബോർഡും ഹോർഡിങ്സും വയ്ക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി അറിയണം. ഈ രീതിയിൽ കൂടംകുളം പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ച്, അതോടൊപ്പം തന്നെ നാഷണൽ പവർ ഗ്രിഡിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച്, ഇതിനെ എല്ലാം തരണം ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ അത് യാഥാർത്ഥ്യമാക്കിയപ്പോഴാണ് കേരളം പവർ കട്ടില്ലാത്ത കേരളമായിട്ട് മാറിയത്. അതിനെ സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 2016-17 മുതൽ 2025-26 ജനുവരി മാസം വരെ ഈ കേരളത്തിന് കേന്ദ്ര നാഷണൽ ഗ്രിഡിൽ നിന്ന് ലഭിച്ച വൈദ്യുതിയെ സംബന്ധിച്ചിട്ടുള്ള വിവരാവകാശ പ്രകാരമുള്ള കണക്കാണിത്. ഇത് 600 ഇരട്ടി വൈദ്യുതിയാണ് കേരളത്തിന് നാഷണൽ ഗ്രിഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ ഈ വൈദ്യുത പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന പണത്തിനെ സംബന്ധിച്ചുള്ള വിവരാവകാശമുള്ള രേഖകളും ഇവിടെ ലഭ്യമാണ്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് പവർ കട്ടില്ലാത്ത കേരളം സൃഷ്ടിച്ചത് പിണറായി വിജയനല്ല, അത് നരേന്ദ്രമോദി സർക്കാരാണ് കേരളത്തിൽ സൃഷ്ടിച്ചത് എന്ന് ഞങ്ങൾ സ്ഥാപിക്കുകയാണ്. ഈ 2 വിവരാവകാശ രേഖകൾ വഴി ഞങ്ങൾ സ്ഥാപിക്കുകയാണ്. മൂന്നാമതായിട്ട് കേരളത്തിൽ സ്ത്രീകളുടെ ഉന്നമനം എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രഖ്യാപിച്ച വാത്സല്യനിധി പദ്ധതി, അതിൽ 10 കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. പക്ഷേ ആ സ്ത്രീകളുടെ ഉന്നമനം എന്ന പേരിൽ പ്രഖ്യാപിച്ച ആ പദ്ധതിയിൽ നയാ പൈസ പോലും അത് ചെലവഴിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ഞങ്ങളിപ്പോൾ ഹാജരാക്കുന്നില്ല, കാരണം അത് പൊതുസമക്ഷം അറിയാവുന്ന വസ്തുതയാണ്. ഈ വാത്സല്യനിധി സംബന്ധിച്ച് നയാ പൈസ പോലും സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. സ്ത്രീ സമത്വത്തെ സംബന്ധിച്ചും സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ചും പുറപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ സ്ത്രീകളുടെ ഒരു പദ്ധതിയോട് കാണിച്ച നിലപാടാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അടുത്തതായിട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ 6ാമത്തെ ചോദ്യം, കഴിഞ്ഞ അധ്യയന വർഷം കേരളത്തിൽ 70,000 സീറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒഴിഞ്ഞുകിടന്നു. അത് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിനോട്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അതിനോട് ഉണ്ടായിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സംവിധാനത്തിനെതിരായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു ചിന്തയാണ് കേരളത്തിലെ കോളേജുകളിൽ പഠിക്കാതെ അവർ പുറത്തേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. കേരളത്തിലെ വിശ്വാസക്കുറവ്, ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിനോടുള്ള വിശ്വാസക്കുറവാണ് അതിന് കാരണം. ഈ വിശ്വാസക്കുറവ് സൃഷ്ടിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. കേരളം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഒരു കാലത്ത് മെച്ചപ്പെട്ട നിലയിൽ നിന്നിരുന്ന കേരളത്തെ ഇന്ന് വിശ്വാസമില്ലായ്മയുടെ ക്യാമ്പസുകളാക്കി മാറ്റിയതിന് ഉത്തരവാദി ഈ ഇടതുപക്ഷ സർക്കാരാണ്. സ്വന്തം സഖാക്കളെ പരീക്ഷ എഴുതിപ്പിക്കാനും കോപ്പി അടിപ്പിക്കാനും ആൾമാറാട്ടം നടത്താനുമുള്ള അവസരങ്ങളായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മാറ്റുകയും, അതോടൊപ്പം തന്നെ പ്രൊഫസർമാരും വൈസ് ചാൻസലർമാരും ഉൾപ്പെടെയുള്ളവർ ഒരുമാതിരി CITU ട്രേഡ് യൂണിയൻകാരെ പോലെ പ്രവർത്തിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയോടുള്ള വിശ്വാസം
വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ 70,000-ഓളം സീറ്റുകൾ ഒരു കലാലയ വർഷം തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതിനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അടുത്തതായിട്ട് സ്വദേശി ദർശൻ പദ്ധതി, അതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേരിൽ കേരളത്തിൽ 388.02 കോടി രൂപ കേരളത്തിൽ കേന്ദ്ര സർക്കാർ നൽകി. ആ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടു. ടൂറിസം പ്രോജക്റ്റുകൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി പൊതുവെ വരാറുള്ളത്. 8ഓളം പ്രോജക്റ്റുകൾ പാതി വഴിയിലായിട്ട് കിടക്കുകയാണ്. മറ്റ് പ്രോജക്റ്റുകൾ എല്ലാം നടപ്പാക്കാൻ കഴിയാത്ത വിധത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിരുത്തരവാദിത്വം കാരണം നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ 388.02 കോടി രൂപ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അനുവദിച്ചുവെങ്കിലും അത് ഈ നാടിന് ഉപകാരപ്രദമാകാതെ പോയിരിക്കുന്നു. അതിന് കാരണം കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള റിയാസും ഈ മന്ത്രിസഭയുമാണ് അതിന് കാരണം. അതുകൊണ്ട് ഈ നാടിനോട് ഈ സർക്കാർ മാപ്പ് പറയണം. കേന്ദ്രം തരുന്ന പണം വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന് സ്വന്തമായിട്ട് പദ്ധതികളില്ല. സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായിട്ട് സാമ്പത്തികമായി തകർന്നടിഞ്ഞു കിടക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വിശ്വാസ്യത പോലും നഷ്ടപ്പെടുത്തി. സകല മേഖലയിലും പരാജയം മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരെന്ന് ഞങ്ങൾ 2 ദിവസമായിട്ട് ഉന്നയിച്ച 14 ചോദ്യങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. ഇനിയും ഞങ്ങൾ ചോദ്യങ്ങളുമായിട്ട് നാളെയും വരും. ഈ സർക്കാർ എന്ന് പറയുന്ന ഒരു വട്ടപൂജ്യമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാദങ്ങളല്ല, വസ്തുതകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വാദങ്ങളും പ്രതിവാദങ്ങളുമല്ല. ഞങ്ങൾ വിവരാവകാശ രേഖ പ്രകാരമുള്ള വസ്തുതകളുമായിട്ടാണ് നിയമത്തെ, പൊതുജനങ്ങളെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും അഭിമുഖീകരിക്കുന്നത്. വസ്തുതകളുമായിട്ട് വരാൻ ശിവൻകുട്ടിയെയും സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും BJP വെല്ലുവിളിക്കുകയാണ്. ആ വസ്തുതകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ സംവാദത്തിന് നേതൃത്വം നൽകും. എന്തായാലും ക്ഷേമനിധി ബോർഡുകളിലെ കോടിക്കണക്കിന് രൂപ വകമാറ്റിയത് മാത്രമല്ല, വലിയ രീതിയിൽ ഗുരുതരമായ അഴിമതിയാണ് നിലവിലിപ്പോൾ ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് മേയർ അടക്കമുള്ളവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.